തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം അന്വേഷണം പൂർത്തിയാക്കി ഈ മാസം 24-ന് മുൻപ് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. എഡിജിപിയെ സസ്പെൻഡ് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ഓർമ്മയായി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. എഡിഎമ്മുമായി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു. നോർത്ത് ചാലക്കുടിയിലെ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അന്വേഷണം പൂർത്തിയാക്കി ഈ മാസം 24-ന് മുൻപ് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇതുവരെയും മാറ്റിയിട്ടില്ല. തൃശൂർ പൂരം അന്വേഷണ റിപ്പോർട്ട് സംബന്ധിച്ച് വസ്തുതകൾക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ട് അല്ല വിവരാവകാശ പ്രകാരമുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. അതിനാലാണ് പോലീസ് ആസ്ഥാനത്തെ വിവരാവകാശ ഓഫീസർക്കെതിരെ നടപടിയെടുത്തത്. അന്വേഷണം നേരത്തെ പൂർത്തിയാക്കേണ്ടതായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച കുറച്ചുകൂടി സമയം വേണമെന്ന കത്ത് ലഭിച്ചു. തുടർന്ന് ഈ മാസം 24-ന് മുൻപ് അന്വേഷണം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകണമെന്ന് ഉത്തരവിട്ടു. ആ റിപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റിപ്പോർട്ട് വൈകുന്നതിൽ തന്റെ ഓഫീസ് ഇടപെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അന്വേഷണ റിപ്പോർട്ട് വൈകുന്നതെന്നത് സ്വാഭാവികമായും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ താൻ വിശ്വാസത്തിലെടുക്കുന്നുവെന്ന് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. താൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനം ഗൌരവത്തിലെടുത്തതിൽ സംതൃപ്തിയുണ്ട്. റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങളിൽ പ്രതികരിക്കാമെന്നും സുനിൽകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രി പറയുന്നത് ആണല്ലോ നമ്മൾ വിശ്വസിക്കേണ്ടത്. കാരണം ഞാൻ കൊടുത്ത നിവേദനം അദ്ദേഹം ഗൗരവമായിട്ട് എടുക്കുകയും ഉടനെ റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 24-ാം തീയതിക്ക് മുമ്പ് ആ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുത്തായിട്ടാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞ അനുസരിച്ച് 24-ാം തീയതി റിപ്പോർട്ട് വരട്ടെ, വന്നതിന് ശേഷം പ്രതികരിക്കുന്നതാണ് ഉചിതം എന്നാണ്. തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ എഡിജിപിയെ സസ്പെൻഡ് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് ടി.എൻ. പ്രതാപൻ. മുഖ്യമന്ത്രിയും ബിജെപിയും തമ്മിലുള്ള രാമസേതുവാണ് എഡിജിപി എന്നും പ്രതാപൻ. തൃശൂർ ഡിസിസി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. തൃശൂർ പൂരം കലക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് 5 മാസത്തിലേറെ വൈകിച്ചതിന്റെ പുറകിൽ മുഖ്യമന്ത്രിയാണ്. പൂരം കലക്കാൻ കച്ചകെട്ടി ഇറങ്ങിയവനെ കസേരയിലിരുത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും ബി.ജെ.പിയും തമ്മിലുള്ള രാമസേതുവാണ് എഡിജിപി എന്നുള്ളത് കൊണ്ട് ആ എഡിജിപിയെ സംരക്ഷിക്കാൻ ബോധപൂർവം മുഖ്യമന്ത്രി റിപ്പോർട്ട് മാറ്റിവെച്ചതാണ്. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തതിന് തുല്യമാണ് തൃശൂർ പൂരം കലക്കിയതിലെ പ്രതിയായ നേതൃത്വം കൊടുത്ത എഡിജിപി എം.ആർ. അജിത് കുമാറിന് തന്നെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചത്. കള്ളന്റെ കയ്യിലെ താക്കോലിൽ തൃശൂർക്കാർക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് വരാൻ പോകുന്ന ഈ തൃശൂർ പൂരം കലക്കി കൊടുക്കാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ട് എന്താണെന്ന് തൃശൂർക്കാർക്ക് മുൻകൂറായി തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണമാണ് വേണ്ടത്. എഡിജിപിയെ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി അന്വേഷണ റിപ്പോർട്ട് 5 മാസം വൈകിച്ചത്. കള്ളന്റെ കയ്യിൽ താക്കോൽ കൊടുത്തതിന് തുല്യമാണ് എഡിജിപിയെ അന്വേഷണം ഏൽപ്പിച്ചത്. CPIയും മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറും മുഖ്യമന്ത്രിയുടെ മുൻപിൽ മുട്ടിലിഴയുകയാണ് എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശൂർ പൂരം കലക്കിയ സംഭവത്തിൽ അവരുടെ നിലപാട്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ, കരുവന്നൂർ ബാങ്ക്, എക്സാലോജിക് എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ ഒതുക്കിയതിൽ CPM ബി.ജെ.പിക്ക് നൽകിയ പാരിതോഷികമാണ് തൃശൂർ ലോക്സഭാ സീറ്റ്. ലൈഫ് മിഷൻ തുടങ്ങിയ കേസ്, കരുവന്നൂർ കേസ്, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം വന്ന എക്സാലോജിക്കൽ കേസ്, ഈ കേസുകളെല്ലാം അട്ടിമറിക്കപ്പെടുന്നതിന് ബി.ജെ.പിക്ക് കൊടുത്ത പാരിതോഷികമായിട്ടാണ് തൃശൂരിലെ CPM വോട്ടുകൾ ബി.ജെ.പിക്ക് നൽകിയത്. അതിന് അവസാനത്തെ അന്തരീക്ഷം ഒരുക്കി കൊടുത്തു. തൃശൂർ പൂരം കലക്കി പൂരവിശ്വാസികളുടെ വികാരം ബി.ജെ.പിക്ക് അനുകൂലമാക്കാൻ വേണ്ടി സേവാഭാരതിയുടെ ആംബുലൻസിന് സംരക്ഷണം കൊടുത്തുകൊണ്ട് ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പാതിരാത്രി അവിടേക്ക് എത്തിക്കുന്നതിനും
നേതൃത്വം കൊടുത്ത് പോലീസ് തന്നെയാണ്, അതും നേതൃത്വം കൊടുത്ത് ഈ ADGP തന്നെയാണ്. ജുഡീഷ്യൽ അന്വേഷണമല്ലാതെ ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വരില്ല. EP ജയരാജൻ മുതൽ PV അൻവർ വരെയുള്ള വിശ്വസ്തരെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് ADGP അജിത് കുമാർ എന്നും TN പ്രതാപൻ പറഞ്ഞു. മുൻ MLA അനിൽ അക്കരെയും വാർത്താസമ്മേളനത്തിൽ സന്നിഹിതനായി. TCV ന്യൂസ്, തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്നമനട കല്ലൂർ സ്വദേശി ഷംജാദിനെയാണ് കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടത്തിനരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂർ വെസ്റ്റ് SHO P ലാൽകുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചതായി സൂചനയുണ്ട്. അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. മൃതദേഹം ആലുവയിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. ആയിരക്കണക്കിന് പേരാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. രാവിലെ കളമശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള സിനിമാ താരങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി P രാജീവ് റീത്ത് സമർപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അന്തിമോപചാരം അർപ്പിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്ന അനിശ്ചിതകാല സമരം മാറ്റിവെച്ചു. ADMുമായി ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുത്ത കമ്പനി യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയും ബന്ധപ്പെട്ടവരെ അറിയിക്കാതെയും അനുമതിയില്ലാതെയും നടത്തുന്ന അശാസ്ത്രീയമായ നിർദ്ദേശങ്ങളാണ് സ്വകാര്യ ബസ് ഉടമകളെ സമരത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിച്ചത്. 2 ദിവസമായി നടന്ന സമരം മൂലം ഈ വഴിയുള്ള യാത്രക്കാർ വല്ലാതെ വലഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജില്ലാ ഭരണകൂടം വിഷയത്തിൽ ഇടപെട്ടത്. ADM മുരളിയുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ബസ് സമരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത്. ജില്ലാ കളക്ടർ തിങ്കളാഴ്ച KSTP, അതുപോലെ തന്നെ കരാറുകാർ, അതുപോലെ തന്നെ ഈ റീജിയണൽ ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥന്മാർ, കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ വിശദമായിട്ട് ചർച്ച നടത്തി ഇതിനൊക്കെ വ്യക്തമായ നോംസ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ബസ് സർവീസ് നിർത്തിവയ്ക്കൽ സമരം മാറ്റിവെച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഇനി പൊളിക്കുമ്പോൾ ബന്ധപ്പെട്ടവരായിട്ട് എല്ലാവരായിട്ട് ചർച്ച നടത്തിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഇനി പൊളിക്കാൻ പാടുള്ളൂ. ഏകപക്ഷീയമായിട്ടൊരു തീരുമാനം അവിടെ കമ്പനിക്കാർ എടുക്കാൻ പാടുള്ളൂ. നിലവിൽ നിർമ്മാണ പ്രവർത്തികൾ കാരണം ഏറെ ദൂരം ചുറ്റിവളഞ്ഞാണ് ബസ്സുകൾ സർവീസ് നടത്തേണ്ടത്. ഇത് അധികൃതരുമായി ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ ഒഴിവാക്കാമായിരുന്നുവെന്നും ഉടമകൾ പറയുന്നു. ചെറിയ ഓട്ടോറിക്ഷ വന്നാൽ പോലും പോവാത്ത റോഡാണ്. അത്തരം സ്ഥിതി വന്നാൽ ഒരു സമാധാനം പറയാൻ ആളില്ല, ചോദിക്കാൻ ആളില്ലാത്ത സാഹചര്യം വന്നപ്പോൾ വണ്ടി നിർത്തിവെക്കുക, സമരമൊന്നും അല്ലത്. തിങ്കളാഴ്ച ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ മേയർ, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, സംഘടനാ ഭാരവാഹികൾ എന്നിവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇക്കാര്യത്തിൽ വീണ്ടും വിശദമായ ചർച്ച നടത്തും. ഇതിൽ പരിഹാരം കാണുമെന്ന പ്രതീക്ഷയാണ് ബസ് ഉടമകൾക്കുള്ളത്. തിങ്കളാഴ്ച 11:30 കൂടുന്ന യോഗത്തിൽ കൃത്യമായിട്ടുള്ള നോംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സമരം മാറ്റിവെക്കേണ്ടായിട്ടുള്ളൂ. ജില്ലാ ഭരണകൂടം കൃത്യമായിട്ട് അതിൻ്റെ ഒരു സ്ക്വാഡ് വർക്ക് നടത്തണം പണിയുടെ. സമരം മാറ്റിവെച്ച സാഹചര്യത്തിൽ റൂട്ടിൽ ബസ്സുകൾ സർവീസുകൾ പുനരാരംഭിച്ചു. ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ MS പ്രേംകുമാർ, ചെയർമാൻ KV ഹരിദാസ്, വിവിധ സംഘടനാ ഭാരവാഹികളായ KK സേതുമാധവൻ, AC കൃഷ്ണൻ, VA ഷംസുദ്ദീൻ, മുജീബ് റഹ്മാൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു.
നഗരത്തിലെ വിവിധ സ്ഥാപനങ്ങളിലായി 50ഓളം ആളുകൾ ഡെങ്കിപ്പനി രോഗലക്ഷണത്തോടെ ചികിത്സ തേടി. ഇതിൽ പകുതിയോളം പേർ അതിഥി തൊഴിലാളികളാണ്. നോർത്ത് ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രി റോഡിലെ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. മേഖലയിൽ ഡെങ്കിപ്പനി പടർന്നു പിടിച്ചിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭ ആരോഗ്യ വിഭാഗം വൈകിയതായി ആക്ഷേപമുണ്ട്. ആനമല ജംഗ്ഷനിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിലെ വിവിധ സ്ഥാപനങ്ങളിലുള്ളവർക്കും ഡെങ്കിപ്പനി രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം തൃശൂർ കോർപ്പറേഷനിലെ 231 ഭൂരഹിത ഭവനരഹിതർക്ക് 3 സെന്റ് ഭൂമി വീതം നൽകും. കൈവശാവകാശ സർട്ടിഫിക്കറ്റ് മുഖ്യമന്ത്രി തിങ്കളാഴ്ച കൈമാറും. ലൈഫ് മിഷന്റെ 1ാം ഘട്ടത്തിൽ നിയമപ്രകാരം ഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ ധനസഹായം നൽകാൻ കോർപ്പറേഷന് കഴിഞ്ഞെങ്കിലും ഭൂരഹിതർക്ക് ഭൂമി നൽകാൻ കഴിഞ്ഞിരുന്നില്ല. ഈ അപര്യാപ്തത പരിഹരിക്കുന്നതിന് 2017 സംസ്ഥാന സർക്കാരും കോർപ്പറേഷൻ കൗൺസിലും അംഗീകരിച്ച ഭൂരഹിത ഭവനരഹിതരായ 231 പേർക്കാണ് ഇപ്പോൾ ഭൂമി നൽകാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി മാടക്കത്തറ പഞ്ചായത്തിലെ മാറ്റാമ്പുറത്തെ കോർപ്പറേഷന്റെ സ്വന്തം സ്ഥലത്തു നിന്നും 3 സെന്റ് വീതം ഭൂമിയുടെ കൈവശ അവകാശമാണ് ഇവർക്ക് നൽകുന്നത്. ഭവനരഹിത ഭൂരഹിതർ ഉണ്ടാകാൻ പാടില്ല. തൃശ്ശൂർ കോർപ്പറേഷന്റെ ആഗ്രഹം അതുതന്നെയാണ്. ഭൂരഹിതരായവർക്ക് ഭൂമി കൊടുക്കുന്നതിൻ്റെ ഭാഗമായി എനിക്കുമുണ്ടൊരു മേൽവിലാസം എന്ന ഒരു പദ്ധതി കോർപ്പറേഷൻ ഏറ്റെടുത്തിരിക്കുക. അതിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഞങ്ങൾ. 600ഓളം പേർക്കാണ് ഭൂരഹിതരായിട്ട് നമ്മുടെ കോർപ്പറേഷൻ്റെ പരിധിയിലുള്ളത്. ആ 600 പേർക്ക് കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യഘട്ടമായിട്ടാണ് 16.5 ഏക്കർ സ്ഥലം മാറ്റാമ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് കോർപ്പറേഷൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. അതിൽ 231 പേർക്ക് നമ്മൾ അവിടെ ഭൂമി കൊടുക്കാൻ പോവുകയാണ്. അതിൻ്റെ പ്ലോട്ടിൻ്റെ നറുക്കെടുപ്പ് നമ്മൾ 23-ാം തീയതി 12 മണിക്ക് മാറ്റാമ്പുറത്ത് വെച്ച് തന്നെ അവർക്ക് നേരിട്ട് കൊടുക്കാനാണ് നമ്മുടെ തീരുമാനം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് മാറ്റാമ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഗുണഭോക്താക്കൾക്ക് കൈമാറുന്നത്. കോർപ്പറേഷനിലെ ഭൂമിയുള്ള ഭവനരഹിതർക്കായി നടപ്പിലാക്കി വരുന്ന PMAY അർബൻ ലൈഫ് ഭവന പദ്ധതിയിലൂടെ 2403 ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 1860 പേർക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് നൽകി. ബാക്കിയുള്ള 543 ഗുണഭോക്താക്കൾ ഭവന നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണെന്നും ഭൂമി ആർജിച്ച ഗുണഭോക്താക്കൾക്ക് PMAY അർബൻ വഴി തുടർന്നും ആനുകൂല്യം നൽകുമെന്നും മേയർ അറിയിച്ചു. കോർപ്പറേഷന്റെ 2020 ലൈഫ് ലിസ്റ്റ് പ്രകാരം 1717 ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതേസമയം മാറ്റാമ്പുറത്തെ ഭൂമിയുടെ കൈവശരേഖ ഗുണഭോക്താക്കൾക്ക് നൽകുന്നതിന് സർക്കാരിൻ്റെ അനുമതി ആവശ്യമാണ്. എന്നാൽ ഇതിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ലെന്ന് രേഖകൾ സഹിതം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയേൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ചാണ് ഇപ്പോൾ ഭൂമി കൈമാറ്റം എന്ന പേരിൽ ധൃതി പിടിച്ച് ഉദ്ഘാടനം നടത്തുന്നത്. ഇത് നിയമവിരുദ്ധമാണെന്നും ജോൺ ഡാനിയേൽ കത്തിൽ പറയുന്നു. TCV തൃശൂർ. ശ്രീനാരായണ ഗുരുദേവന്റെ 97ാമത് സമാധി ദിനം നാടെങ്ങും ആചരിച്ചു. SNDP യോഗം തൃശൂർ യൂണിയന്റെ നേതൃത്വത്തിൽ തൃശൂർ തെക്കേ ഗോപുരനടയിൽ നടന്ന ഗുരുദേവ മഹാസമാധി ദിനാചരണം ഉപവാസ പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. റിട്ടയർഡ് DYSP ഡോക്ടർ KB സുരേഷ് സമാധി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി KV സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് IG പ്രസന്നൻ, യൂണിയൻ സെക്രട്ടറി KV വിജയൻ, വൈസ് പ്രസിഡന്റ് TR രഞ്ജു, കേന്ദ്ര വനിതാ സംഘം സെക്രട്ടറി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, SNDP യോഗം ഡയറക്ടർ ബോർഡ് അംഗം NV രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കുറുക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഭക്തപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമാധി ദിനാചരണം തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. ബസ് മാഫിയ സംഘങ്ങളെ പിന്തുണയ്ക്കുന്ന കുന്നംകുളം പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബസ്സുകളുടെ മത്സരവോട്ടവും അപകടങ്ങളും പതിവായ തൃശൂർ കുന്നംകുളം റൂട്ടിൽ ബസ്സുകൾക്കെതിരെ കേസെടുക്കാതെ അതിനെ സാമൂഹ്യ മാധ്യമത്തിൽ തുറന്നു കാട്ടിയവർക്കെതിരെ കേസെടുക്കുന്ന രീതി രാജ്യത്തെ സംഘപരിവാർ ഭരണകൂടത്തെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് ആരോപിച്ചാണ് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് പോലീസ് സ്റ്റേഷന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മാറ്റാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. മാർച്ച് DCC സെക്രട്ടറി KC ബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി വൈശാഖ് നാരായണസ്വാമി, DCC സെക്രട്ടറി ബിജോയ് ബാബു, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മതിലകത്ത് മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതി തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസിനെ കബളിപ്പിച്ച് രക്ഷപ്പെട്ടു. വാടാനപ്പള്ളി സ്വദേശി ബാദുഷിയാണ് രക്ഷപ്പെട്ടത്. മതിലകം പുതിയകാവിലെ സ്ഥാപനത്തിൽ നിന്ന് 6 ലക്ഷത്തോളം രൂപയുടെ മലഞ്ചരക്ക് മോഷ്ടിച്ച കേസിലാണ് ബാദുഷിയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. മലഞ്ചരക്ക് കടത്താൻ ഉപയോഗിച്ച വാഹനം ഇയാൾ കായംകുളത്ത് നിർത്തിയിട്ടിരുന്നു. ഇതെടുക്കുവാനായി പോലീസ് ജീപ്പിൽ പോയി തിരികെ വരുന്നതിനിടെ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയ സമയത്ത് ആലപ്പുഴ SD കോളേജിന് സമീപത്ത് വെച്ച് കയ്യിൽ വിലങ്ങുമായി പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പാലക്കാട് നിന്നാണ് ബാദുഷിയെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ കീഴിലുള്ള ഡാൻസാഫ് ടീം അറസ്റ്റ് ചെയ്തത്. ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്തു. ചാലക്കുടി ട്രങ്ക് റോഡ് ജംഗ്ഷനിൽ വാടക കുടിശ്ശിക വാങ്ങാനെത്തിയ മുറിയുടമയും കട നടത്തിപ്പുകാരനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ മുറിയുടമയ്ക്ക് വെട്ടേറ്റു. എറണാകുളം പാലാരിവട്ടം സ്വദേശി അലേഷിക്കോടത്ത് മിൽട്ടനാണ് വെട്ടേറ്റത്. ഇയാളെ സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘർഷത്തിന് ശേഷം വടിവാളുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച മേലൂർ കാലടി കൂരൻ വീട്ടിൽ വർഗീസിനെ നാട്ടുകാർ ബലമായി കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. സണ്ണി ഷോപ്പിംഗ് കോംപ്ലക്സിലെ മിൽട്ടന്റെ പേരിലുള്ള മുറിയിൽ റോസ് ഒപ്റ്റിക്കൽ എന്ന സ്ഥാപനം നടത്തുന്ന വർഗീസ് 1 വർഷമായി വാടക നൽകിയില്ലെന്ന് പറയുന്നു. നേരത്തെ നടന്ന തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി മിൽട്ടനും സുഹൃത്തുക്കളും ചേർന്ന് പൂട്ടിക്കിടക്കുന്ന കടയുടെ ഷട്ടർ വെൽഡ് ചെയ്ത് തുറക്കാൻ പറ്റാത്ത വിധമാക്കിയിരുന്നു. എന്നാൽ ശനിയാഴ്ച ഉച്ചയോടെ എത്തിയ വർഗീസ് ആയുധങ്ങൾ ഉപയോഗിച്ച് ഷട്ടർ തല്ലി തകർത്ത് അകത്ത് കടന്നു. തുടർന്ന് മുറിയിൽ നിന്നും ഇറക്കിവിടാനെത്തിയ മിൽട്ടനും സംഘവുമായി വർഗീസ് ഏറ്റുമുട്ടി. കടയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന വടിവാളെടുത്ത് വെട്ടുകയായിരുന്നു. സംഘർഷത്തെ തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാർ വർഗീസിനെ കെട്ടിയിട്ട ശേഷം പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മുതിർന്ന CPM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 95 വയസ്സായിരുന്നു. കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. LDF കൺവീനറും CITU മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിരുന്നു. ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. CITU സംസ്ഥാന സെക്രട്ടറി, CITU ദേശീയ വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 23 ലിറ്റർ വിദേശ മദ്യവുമായി യുവാവിനെ തൃശൂർ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാടക്കത്തറ വെള്ളാനിശ്ശേരി സ്വദേശി നാട്ടക്കൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 500 മില്ലി ലിറ്ററിന്റെ 46 കുപ്പി വിദേശ മദ്യവും പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ മനോജ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മദ്യം പിടികൂടിയത്. വയനാടിന് കൈത്താങ്ങേകാൻ ചായ ചാലഞ്ചുമായി നടൻ ജയന്റെ ആരാധകൻ അഷ്റഫ് ജയനും അഷ്റഫ് കൂട്ടായ്മയും. ശനിയാഴ്ച വൈകിട്ട് കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച ചായ ചലഞ്ചാണ് കൗതുകമായത്. ഒരു തലമുറയുടെ ആവേശമായ മൺമറഞ്ഞ ചലച്ചിത്ര നടൻ ജയന്റെ പ്രസിദ്ധമായ വേഷമിട്ട വടൂക്കര നിവാസിയായ അഷ്റഫ് ജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചായ ചലഞ്ചാണ് ജനശ്രദ്ധയാകർഷിച്ചത്. ചായ ചലഞ്ചിൽ പങ്കെടുത്ത് വയനാടിന് കൈത്താങ്ങേകുന്ന സത്പ്രവൃത്തിയിൽ സംസ്ഥാനമൊട്ടാകെ 4000-ഓളം അഷ്റഫ് നാമധാരികൾ അംഗങ്ങളായുള്ള അഷ്റഫ് തറവാട് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രതിനിധികളും ഭാഗഭാക്കായി. ചായ ചലഞ്ചിൽ ചായ വിറ്റ് കിട്ടുന്ന സംഖ്യ മുഴുവൻ വയനാടിന് നൽകാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. പ്രവാസിയായിരുന്ന അഷ്റഫ് ജയൻ കോവിഡിന് ശേഷമാണ് പ്രവാസ ലോകത്തേക്ക് മടങ്ങാനാകാതെ നാട്ടിൽ കൂടിയത്. ജയന്റെ വേഷമണിഞ്ഞ് ഇരുചക്ര വാഹനത്തിൽ ചായക്കച്ചവടം നടത്തുകയാണ് അഷ്റഫ് ജയൻ. ഈയിടെ ഇരട്ടക്കുട്ടികളുടെ അച്ഛനായപ്പോൾ ജയൻ സീമ എന്ന പേരിട്ടാണ് ഈ 42-കാരൻ ജയനോടുള്ള കട്ട ആരാധന ഊട്ടിയുറപ്പിച്ചത്. TCV ന്യൂസ്, തൃശൂർ. ലാലൂരിൽ തെരുവുനായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നു. തെരുവുനായ്ക്കൾ സ്വകാര്യ വ്യക്തിയുടെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് കോഴിക്കൂട് തകർത്ത് കോഴികളെ ഭക്ഷിക്കുകയും ബാക്കിയുള്ളവയെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു. മേനാശ്ശേരി ശാന്ത ജോസിന്റെ വീട്ടിലാണ് തെരുവുനായ്ക്കൾ കടന്നാക്രമണം നടത്തിയത്. പരിസരത്ത് തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. 14 കോടിയിലധികം തട്ടിപ്പ് നടത്തിയ ഹിവാൻ നിധി, ഹിവാൻ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസിലെ ഒരു പ്രതി കൂടി അറസ്റ്റിലായി. പീച്ചി വാണിയമ്പാറ സ്വദേശി ചൂണ്ടേക്കാട്ടിൽ വീട്ടിൽ അനിൽകുമാറിനെയാണ് തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം നേപ്പാൾ അതിർത്തി ഗ്രാമത്തിൽ നിന്ന് പിടികൂടിയത്. കേസിലെ 3 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഭിന്നശേഷിക്കാരനായ മകന്റെ ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ രൂപങ്ങൾ നിർമ്മിക്കുകയാണ് ഈ അമ്മ. മാള കുന്നത്തുകാട് മംഗലത്തിന്തരയാണ് മകനെ പരിചരിക്കുന്നതിനിടയിൽ മനോഹരമായ രൂപങ്ങൾ ഒരുക്കുന്നത്. ഗുളികകളുടെ പുറത്തുള്ള കവചത്തിൽ മനുഷ്യന്റെ മുഖരൂപം ഒരുക്കി നിറം നൽകും. എക്സ്റേ ഫിലിം ഉപയോഗിച്ച് വിവിധ രൂപങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. മകന്റെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നതെല്ലാം
ഇന്ദിരയുടെ കരവിരുതിനുള്ള വസ്തുക്കളാണ്. കൂടാതെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ മനോഹരമായ രൂപങ്ങളാക്കി മാറ്റും. പാള, വെളുത്തുള്ളിയുടെ തോട്, സവാള, പഴത്തൊലി, തേങ്ങയുടെ തൊപ്പിഭാഗം, വിറക്, പ്ലാസ്റ്റിക് കവർ എന്നിങ്ങനെ കിട്ടുന്നതെല്ലാം കലാസൃഷ്ടികളാക്കും. കോവിഡ് കാലഘട്ടത്തിലാണ് കൂടുതൽ സമയം കരവിരുതിനായി മാറ്റിവെച്ചത്. എൻ്റെ മകൻ ഒരു ഭിന്നശേഷിക്കാരനാണ്. അവന് വേണ്ടിയിട്ടും അവനെ കൂട്ടിയിട്ടും അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അവൻ്റെ മെഡിസിൻ സാധനങ്ങളാണ് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ മെനയുന്ന രൂപങ്ങൾ വിൽക്കാൻ ശ്രമിക്കാറില്ലെങ്കിലും മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കും. കുട്ടികൾക്ക് വേണ്ടി ആവശ്യമെങ്കിൽ സൗജന്യമായി നൽകാനും ഇന്ദിര തയ്യാറാണ്. 23-കാരനായ മകനെ പരിചരിക്കുന്നതിനിടയിൽ ഇന്ദിരയ്ക്ക് ഏക വിനോദം ഇതുതന്നെയാണ്. TCV ന്യൂസ്, മാള. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ മാതൃസമ്മേളനം തൃശൂരിൽ നടന്നു. പ്രൊഫസർ രാജേശ്വരി കുഞ്ഞമ്മ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാതൃസമിതി ജില്ലാ കൺവീനർ ഭവാനി ഗോവിന്ദൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മാതൃസമിതി സംസ്ഥാന സഹകാര്യദർശി ദീപ മേനോൻ, ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK വിശ്വനാഥൻ, ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ അധ്യക്ഷൻ സതീഷ് ചന്ദ്രൻ, രമേശ് വാര്യർ തുടങ്ങിയവർ സംസാരിച്ചു. സാംസ്കാരിക നഗരിയിലെ കലാസ്വാദകർക്ക് നാടകരാവുകൾ സമ്മാനിച്ച് തൃശൂർ ആർട്സ് സൊസൈറ്റിയുടെ 28ാമത് ടാസ് നാടകോത്സവത്തിന് ടൗൺ ഹാളിൽ അരങ്ങുണർന്നു. ടാസ് രക്ഷാധികാരി ജോസ് ആലുക്ക ടൗൺ ഹാളിൽ ടാസ് നാടകോത്സവത്തിന്റെ പതാക ഉയർത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ മേയർ MK വർഗീസ് ടാസ് നാടകോത്സവ് ഉദ്ഘാടനം ചെയ്തു. ടാസ് പ്രസിഡന്റ് OJ ജോസ് അധ്യക്ഷത വഹിച്ചു. ടാസ് ചെയർമാൻ ജോസ് ആലുക്ക, ജനറൽ സെക്രട്ടറി ഡോക്ടർ AC ജോസ്, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ സംസ്ഥാനത്തെ പ്രമുഖ പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ നാടകങ്ങൾ അരങ്ങേറും. കൊല്ലം ആവിഷ്കാരയുടെ സൈക്കിളാണ് ആദ്യ ദിവസം അരങ്ങേറിയത്. ഞായറാഴ്ച ആറ്റിങ്ങൽ ശ്രീ ധന്യയുടെ അപ്പ അരങ്ങേറും. 11ാം ദിവസമായ ഒക്ടോബർ 1-ാം തീയതി എല്ലാ നാടകങ്ങളും കണ്ട പ്രേക്ഷകരിൽ നിന്ന് ഗാലപ്പ് പോളിലൂടെ കണ്ടെത്തുന്ന വിജയികൾക്ക് സമ്മാനദാനം നടത്തും. മേയർ ശ്രീ MK വർഗീസ്, വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ കരൂപ്പടന്ന പള്ളിനട അനിക്കരയിൽ താമസിക്കുന്ന പുളിമുട്ടിൽ സഗീർ ചികിത്സാ സഹായം തേടുന്നു. ക്യാൻസർ ബാധിച്ച് സഗീറിന്റെ ഒരു കിഡ്നി നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ക്യാൻസർ ശ്വാസകോശത്തിലേക്കും ബാധിച്ചിരിക്കുകയാണ്. ഇമ്മ്യൂണൽ തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപയാണ് വേണ്ടിവരുന്നത്. തിരുവനന്തപുരം RCCയിലാണ് ചികിത്സ. ഇതുവരെയുള്ള ചികിത്സകൾ പലരുടെയും സഹായത്താൽ നടന്നു. ജന്മനാൽ കൈക്ക് ചെറിയ അംഗവൈകല്യമുണ്ടെങ്കിലും സഗീർ വളരെയധികം കഠിനാധ്വാനം ചെയ്ത് കൂലിപ്പണിയെടുത്താണ് കുടുംബം പുലർത്തിയിരുന്നത്. മകളുടെ കല്യാണത്തിന് വായ്പയെടുത്ത 5 ലക്ഷം രൂപ തിരിച്ചടവ് മുടങ്ങി 13 ലക്ഷത്തിലെത്തി വീട് ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. സഗീറിന്റെ ചികിത്സയ്ക്കായി വാർഡ് മെമ്പറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ നിഷ ഷാജി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. സന്മനസ്സുള്ളവർക്ക് സഗീറിന്റെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. 2 മാസത്തിലേറെയായി മുടങ്ങിക്കിടക്കുന്ന അഴീക്കോട് മുനമ്പം ഫെറി സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കയ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പുഴ നീന്തിക്കടന്ന് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ബിനോയ് ലാൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് KA അഫ്സൽ, സുമേഷ് പനാട്ടിൽ, നിസാർ എറിയാട് എന്നിവരാണ് നീന്തൽ സമരത്തിൽ പങ്കെടുത്തത്. മുനമ്പം കടവിൽ യൂത്ത് കോൺഗ്രസിന്റെ കൊടി നാട്ടിയ ശേഷമാണ് സമരക്കാർ മടങ്ങിയത്. അഴീക്കോട് ഇർഷാദ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് DCC ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ യോഗത്തിൽ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് അഫ്സൽ KA അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം, KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ ഇസ്ഹാഖ് ഹുസൈൻ, KS ഷുഹൈൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6960 രൂപ, പവന് 55,680 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3323 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവം അന്വേഷണം പൂർത്തിയാക്കി ഈ മാസം 24 മുൻപ് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. ADGPയെ സസ്പെൻഡ് ചെയ്ത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അന്തരിച്ച ചലച്ചിത്ര നടി കവിയൂർ പൊന്നമ്മ ഓർമ്മയായി. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലുവയിലെ വീട്ടുവളപ്പിൽ നടന്നു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ നടത്തിവന്നിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മാറ്റിവെച്ചു. ADMുമായി കോർഡിനേഷൻ കമ്മിറ്റി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പണിമുടക്ക് പിൻവലിച്ചത്. ചാലക്കുടിയിൽ ഡെങ്കിപ്പനി പടരുന്നു. നോർത്ത് ചാലക്കുടിയിലെ ഒരു സ്ഥാപനത്തിൽ 15 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.